+1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച MSF നടത്തുന്ന മാർച്ച് തത്സമയം. എല്ലാരും കയറാം, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയേ. സംസ്ഥാനത്തെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് നടത്തുന്ന മാർച്ചാണ് സംഘർഷഭരിതമാകുന്നത്. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. അഞ്ജു ജയപ്രകാശിന്റെ വിവരങ്ങളുമായി. അഞ്ജു, പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയാണല്ലോ. ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് നിയമസഭയ്ക്ക് അടുത്തുള്ള റോഡിൽ ഈ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ നടത്തുന്നത്. ഇന്ന് വി ശിവൻകുട്ടിയായി ചർച്ച ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ചയ്ക്ക് തയ്യാറെടുത്തത്. എന്നാൽ ആ ചർച്ച തുടരുന്നതിന് മുമ്പാണ് ഇപ്പോൾ യൂത്ത് ലീഗിന്റെ സമരം നടക്കുന്നത്. ഇപ്പോൾ ഇത് മൂന്നാം തവണയും ജലപീരങ്കി ഉപയോഗിക്കുകയാണ് പ്രവർത്തകർക്ക് നേരെ. ബാരിക്കേഡ് മറച്ചിടാനും ഒപ്പം തന്നെ വടികളും കമ്പും ഉപയോഗിച്ച് പോലീസിന് നേരെ വലിയ തരത്തിൽ പ്രവർത്തകരുടെ ആക്രമണം ഉണ്ടായിരുന്നു. അതിനിടയിൽ ഇപ്പോൾ മൂന്നാം തവണയും ജലപീരങ്കി ഉപയോഗിച്ചിരിക്കുകയാണ് പ്രവർത്തകർക്ക് നേരെ. വലിയ തരത്തിൽ പോലീസിന്റെ വാഹനങ്ങൾക്ക് നേരെ അടക്കം
വലിയ കല്ലുകളും ഒപ്പം തന്നെ മുദ്രാവാക്യം വിളിക്കാനായി കൊണ്ടുവന്ന കൊടികൾ ഉൾപ്പെടെ കൂട്ടിക്കെട്ടി ഉൾപ്പെടെയാണ് എറിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇത് മൂന്നാം തവണയും തുടരെ ജലപീരങ്കി പ്രവർത്തകർക്ക് നേരെ ഉപയോഗിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പ്രതിപക്ഷ ഭരണ സംഘടനകളുടെ പ്രതിഷേധം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പല സ്ഥലങ്ങളിലുണ്ടായിരുന്നു. വ്യാപകമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് സമാനമായിട്ട് ഇന്നലെ KSUവിന്റെ ഉൾപ്പെടെ മാർച്ച് നിയമസഭയിലേക്ക് ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇത് യൂത്ത് ലീഗിന്റെ മാർച്ച് കൂടി ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയുണ്ടായിരുന്നു. ഇതിൽ അതായത് ഇന്ന് നടക്കാൻ പോകുന്ന ചർച്ചയിൽ ഏതെങ്കിലും വിധത്തിൽ തീരുമാനമായില്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾക്കായിരിക്കും നേതൃത്വം നൽകുക. അതിനാൽ ചർച്ചയിൽ നല്ല തീരുമാനമുണ്ടാവും. വി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്ന് നല്ല തീരുമാനങ്ങൾ, വിദ്യാർത്ഥി സംഘടനകളുടെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി അല്പസമയം മുമ്പ് ഈ സമരവേദിയിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പോയതിന് പിന്നാലെയാണ് പ്രവർത്തകർ ബാരിക്കേഡ് പിടിച്ചു കുലുക്കുന്നത്, പോലീസിന് നേരെ കല്ലെറിയുന്ന സംഭവം ഉണ്ടായത്. തുടർന്ന് വലിയ തരത്തിൽ ജലപീരങ്കിയാണ് പ്രവർത്തകർക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. വീണ്ടും പ്രവർത്തകർ ജലപീരങ്കിക്ക് പിന്നാലെ ബാരിക്കേഡ് പിടിച്ചു കുലുക്കുകയാണ്. യൂത്ത് ലീഗിന്റെ നിയമസഭാ മാർച്ച് സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. വലിയ പ്രതിഷേധം, ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള പ്രവർത്തകരുടെ ശ്രമം. പോലീസ് 3 റൗണ്ട് ജലപീരങ്കി ഇതിനകം പ്രയോഗിച്ചു കഴിഞ്ഞു. വടികളും കമ്പുകളും കല്ലുകളുമായി പോലീസിന് നേരെ പ്രവർത്തകരും നിൽക്കുന്നുണ്ട്. +1 സീറ്റ് പ്രതിസന്ധിക്ക് ഒരു ശാശ്വത പരിഹാരം ഇത് തന്നെയാണ് സംഘടനയുടെ ഏറ്റവും വലിയൊരു ആവശ്യം. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടക്കാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്നു. ബാരിക്കേഡുകൾ മറിച്ചിടാൻ പ്രവർത്തകർ കൂട്ടത്തോടെ അതിൻ്റെ മുന്നിലേക്ക് എത്തുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. പോലീസ് 3 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർക്കു നേരെ. +1 സീറ്റ് പ്രതിസന്ധിയിൽ ശാശ്വതമായൊരു പരിഹാരം. മലബാർ മേഖലയെ സർക്കാർ അവഗണിക്കുകയാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഇതിനകം തന്നെ ഉയർത്തിക്കഴിഞ്ഞു യൂത്ത് ലീഗ്. ഈ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ സമരരംഗത്തുണ്ട് യൂത്ത് ലീഗ്. ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നത് വരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് പ്രഖ്യാപിത നിലപാടും. നിയമസഭാ മാർച്ച് കൂടുതൽ സംഘർഷഭരിതമാകുന്നു.
യൂത്ത് ലീഗിന്റെ നിയമസഭാ മാർച്ചാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിക്കുകയാണ്. 3 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു പ്രവർത്തകർക്ക് നേരെ. സമരത്തിൽ നിന്ന് പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല. തങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ വ്യക്തമായ ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നുള്ള നിലപാടിൽ തന്നെയാണ് യൂത്ത് ലീഗ്. +1 സീറ്റ് പ്രതിസന്ധിയിൽ ശാശ്വതമായ ഒരു പരിഹാരം വേണമെന്ന് തന്നെയാണ് ആവശ്യം. ഇന്നത്തെ ചർച്ചയിലും ഇതേ ആവശ്യം തന്നെയായിരിക്കും യൂത്ത് ലീഗ് ഉന്നയിക്കുക. ഇതിനൊരു പരിഹാരം ഇന്നുണ്ടായില്ലെങ്കിൽ വീണ്ടും ഇപ്പോൾ കണ്ടതിലും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് യൂത്ത് ലീഗിന്റെ നിലപാട്. നിയമസഭാ മാർച്ച് സംഘർഷഭരിതമാകുന്നു. പോലീസിന് നേരെ പ്രവർത്തകർ കല്ലെറിയുന്നതും ദൃശ്യങ്ങളിൽ കാണാം. സംഘർഷത്തിന് നേരിയ തോതിലെങ്കിലും ഒരു അയവ് വന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതൊരു പിരിഞ്ഞു പോക്കാണോ അതോ തിരിച്ചു വരാനുള്ള പോക്കാണോ എന്നുള്ളത് വ്യക്തമല്ല. പ്രതിഷേധം ഒന്ന് അയയുന്നുണ്ടോ? പ്രവർത്തകർ പുറകോട്ട് പോവുകയാണോ പ്രതിഷേധം അവസാനിപ്പിച്ച്? പ്രവർത്തകർ പുറകോട്ട് പോകുന്നില്ല, നേതാക്കന്മാർ പ്രവർത്തകരെ പുറകോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പ്രവർത്തകർ വലിയ തരത്തിൽ ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം ഉൾപ്പെടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ തരത്തിൽ കല്ലേറും ഒക്കെ വടിയേറും ഉൾപ്പെടെ പോലീസിന് നേരെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് 3 റൗണ്ട് ജലപീരങ്കി പോലീസ് ഉപയോഗിച്ചത്. പിന്നാലെയാണ് പ്രവർത്തകരെ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അതിനിടയിൽ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആശ്രമത്തിലേക്ക് പോവാതിരിക്കാനുള്ള ഇടപെടലാണ് ഇപ്പോൾ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. ഇപ്പോൾ ഈ പരിസരങ്ങളിൽ നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മഴയൊന്നും വകവയ്ക്കാതെയാണ് ഈ കനത്ത പ്രതിഷേധം ഈ മഴയിലും അവർ പ്രതിഷേധിക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് വി ശിവൻകുട്ടി ഇന്ന് സെക്രട്ടേറിയറ്റ് അനക്സിൽ ഇത്തരത്തിലൊരു ചർച്ച വെച്ചിരിക്കുന്നത്. ഈ ചർച്ചയ്ക്ക് മുന്നെയാണ് ഇപ്പോൾ വലിയ തോതിലുള്ള പ്രതിഷേധം യൂത്ത് ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നേരത്തെയും സമാനമായ രീതിയിൽ യൂത്ത് ലീഗ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള വിമർശനം വി ശിവൻകുട്ടിക്കെതിരെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നാലെയാണ് പലതവണയായിട്ട് പലയിടങ്ങളിലായിട്ട് സമരം ശക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ നിയമസഭയ്ക്ക് മുമ്പിലുള്ള സമരവും അതിശക്തമായിട്ട് തന്നെ തുടരുകയാണ്. ഇന്ന് നടക്കുന്ന ചർച്ചയിൽ ഒരു വിധത്തിലും തീരുമാനം. അഞ്ജു, ഈ 25 കുട്ടികൾ പോലും ഇല്ലാത്ത 125 ബാച്ചുകൾ തെക്കൻ മേഖലയിൽ ഉണ്ടെന്നും അത് മലബാറിലേക്ക് മാറ്റണമെന്നുമാണല്ലോ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. പ്രത്യേകിച്ച് യൂത്ത് ലീഗ് മുന്നോട്ട് വെക്കുന്ന വലിയൊരു ആവശ്യം. ഈ ഒരു ആവശ്യം ഇന്നത്തെ ചർച്ചയിൽ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും പ്രധാനമായിട്ടും അവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളിൽ മന്ത്രി അനുഭാവപൂർവ്വമായിട്ടുള്ള നിലപാട് എടുക്കണമെന്ന് തന്നെയാണ് നേരത്തെ ഈ നേതാക്കന്മാർ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. കുഞ്ഞാലിക്കുട്ടിയും അത് തന്നെയാണ് പറഞ്ഞത്. ഇന്ന് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ നിലപാട് ഉണ്ടാകുമെന്ന പ്രതീക്ഷ പങ്കുവെച്ച് കൊണ്ടായിരുന്നു അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത്. ഇപ്പോൾ നിലവിൽ പ്രവർത്തകരൊക്കെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണ്. നേരത്തെ പ്രവർത്തകർ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും പോലീസിനെതിരെ വലിയ തരത്തിലുള്ള ബാരിക്കേഡ് ഉൾപ്പെടെ തള്ളിമറിക്കാനുള്ള ശ്രമം ഉൾപ്പെടെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ശ്രമത്തിൽ നിന്ന് ഇപ്പോൾ പിന്നോട്ടേക്ക് പോയിരിക്കുകയാണ്. പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന സാഹചര്യമാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടം കൊണ്ട് ഈ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന് നേരത്തെ നേതാക്കന്മാരും പ്രവർത്തകരും ഉൾപ്പെടെ വ്യക്തമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ വി ശിവൻകുട്ടിയുടെ വാഹനത്തിന് അടക്കം വസതിക്ക് മുന്നിലും അടക്കം ഈ പ്രതിഷേധങ്ങൾ കണ്ടതാണ്. KSU ഉൾപ്പെടെ SFI ഉൾപ്പെടെയുള്ള ഭരണ പ്രതിപക്ഷ സംഘടനകൾ ഒന്നടങ്കമാണ് ഇത്തരത്തിലുള്ള ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലായിട്ട് പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നില്ല. സമാനമായ പ്രതിഷേധമാണ് ഇന്നും കണ്ടത്. പ്രവർത്തകർ ഇപ്പോൾ ഈ പ്രതിഷേധത്തിൽ നിന്ന് പിൻവാങ്ങി പോകുന്ന കാഴ്ചയാണ് കാണും. ശരി അഞ്ജു, അങ്ങനെ +1 സീറ്റ് പ്രതിസന്ധി, മലബാറിൽ നിൽക്കുന്ന +1 സീറ്റ് പ്രതിസന്ധിയിൽ ശാശ്വതമായൊരു പരിഹാരം കാണുന്നത് വരെ സമരം എന്നുള്ള നിലപാടിലാണ് യൂത്ത് ലീഗ്. യൂത്ത് ലീഗ് നടത്തിയ നിയമസഭാ മാർച്ച് അത് സംഘർഷഭരിതമായി. ബാരിക്കേഡ് മറിച്ചിടാനുള്ള പ്രവർത്തകരുടെ ശ്രമം, ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു പോലീസിന് നേരെ കല്ലേറുമുണ്ടായി പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്. ഇപ്പോൾ എന്താണെങ്കിലും ഈ പ്രതിഷേധത്തിന് നേരിയ തോതിലെങ്കിലും ഒരു അയവ് വന്നിരിക്കുന്നു. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി നടത്തുന്ന ചർച്ചയിൽ തങ്ങളുടെ ആവശ്യങ്ങളിൽ
പരിഗണന ലഭിച്ചില്ലെങ്കിൽ, ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകൾ ഒന്നടങ്കം പറയുന്നത്.